യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകാം, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകാം, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. 1995 മാർച്ചിലാണ് സംവിധായകൻ ഭദ്രൻ സ്ഫടികം പുറത്തിറക്കിയത്. സ്ഫടികം പുറത്തിറങ്ങിയിട്ട് ഏതാണ്ട് 30ഓളം വർഷമായിട്ടും ഈ ചിത്രം നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം അതിനകത്തെ ചില കഥാപാത്രങ്ങളാണ്. ചുവന്ന ഉടുപ്പും റേബാൻ ഗ്ലാസും അണിഞ്ഞ് ആട് തോമയും, ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ് എന്ന് ആവർത്തിച്ച ചാക്കോ മാഷും, കലർപ്പില്ലാത്ത സ്നേഹം കൊണ്ട് കഠിന മനസ്സിനെ ഉലച്ച തുളസിയും, ഒലക്ക ഒലക്ക എന്ന് ഉരുവിട്ട് കൈവിട്ടു പോകുന്ന വീടുകളെയും നാട്ടുവഴികളിലെ ജീവിതങ്ങളെയും മാറ്റിമറിക്കുന്ന ഒറ്റപ്ലാക്കൽ അച്ഛൻ, അങ്ങനെ ആ ചിത്രത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ബാഡ് പാരൻറ്റിങ് അല്ലെങ്കിൽ ടോക്സിക് പാരൻറ്റിങ്, നല്ലതല്ലാത്ത രക്ഷകർത്തൃത്വം, മാതാപിതാക്കളുടെ നിർബന്ധ ബുദ്ധിയും ശാഠ്യത്തിലും തളർന്നു പോകുന്ന നാശയോഗ്യമായി മാറുന്ന യുവതലമുറയെ ഉദാഹരിക്കുന്ന ഉത്തമ ദൃശ്യമാണ് സ്ഫടികം. ബാഡ് പാരൻറ്റിങ്, തെറ്റായ കഠിന അവസ്ഥകളെ തിരുത്തുവാൻ ഒരു റെഫറൻസ് പോയിന്റ് പോലെ നമുക്ക് സമീപിക്കാവുന്ന ഒരു ചിത്രമാണ് സ്ഫടികം. ഒരു വീടും പരിസരവും സമൂഹവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സാരമായി സ്വാധീനിക്കുന്നു. തോമസ് ചാക്കോ എന്ന ചെറുപ്പക്കാരൻ ആട് തോമയായി മാറുകയാണ്. വാസ്തവത്തിൽ ഒരുപാട് നല്ലതും നന്മയുള്ളതുമായ ഗുണഗണങ്ങൾ ഉള്ള ആളായിരുന്നു ഈ തോമസ് ചാക്കോ. സ്നേഹത്തിൻ്റെ കനൽ സൂക്ഷിച്ചയാൾ, നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട് തൻ്റെ ചുറ്റുമുള്ളവരെ അമ്പരപ്പിച്ചയാൾ, ക്രിയേറ്റിവിറ്റിയുള്ള, ക്രിയാത്മകമായി ഒരുപാട് കഴിവുകളും താലന്തുകളും ഉള്ള ആൾ. അങ്ങനെയുള്ള ഒരാളാണ് ഈ തോമസ് ചാക്കോ. പക്ഷേ ചാക്കോ മാഷ് എന്ന ഭീകരനായ ക്രൂരനായ പിതാവിലൂടെ തോമസ് ചാക്കോയുടെ ജീവിതം ചിതറുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ചങ്ങനാശ്ശേരി ചന്തയിൽ ഒരു കവലച്ചട്ടമ്പിയായി ഗുണ്ടായുസം കാട്ടി നടക്കുന്ന ആട് തോമ എന്ന കഥാപാത്രമാണ്. ഭീകരമായ വയലൻസ്, അക്രമങ്ങൾ, അടിപിടി. ആട് തോമയുടെ ലോറിയുടെ പേരുകൾ അപ്പോഴപ്പോഴായി മാറുന്നുണ്ട്. ആദ്യം ആ ലോറിയുടെ പേര് മേരിദാസൻ എന്നായിരുന്നു, പിന്നെ അത് ചെകുത്താനായി മാറി, പിന്നെ അത് സ്ഫടികമായി മാറി. ഈ പേരുകളൊക്കെ മറ്റുള്ളവർ ചാർത്തി കൊടുത്തതാണ്. അപ്പനും വീട്ടുകാരും നാട്ടുകാരുമൊക്കെ ചാർത്തി കൊടുത്ത പേരുകളാണ് ഇങ്ങനെ മാറി മറിയുന്നത്. സ്ഫടികത്തിലെ ഏതാണ്ട് സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത് ചങ്ങനാശ്ശേരി ചന്തയുടെ ഒത്ത നടുവിലായി ഒരു കുരിശ് പള്ളിയുണ്ട്. ഈ പള്ളിയുടെ പശ്ചാത്തലത്തിലാണ് ഏറിയ സംഭവങ്ങളും നടക്കുന്നത്. അനുകരിക്കാൻ പാടില്ലാത്ത വഴിവിട്ട ജീവിതം അങ്ങനെ നയിച്ചുകൊണ്ടിരുന്ന തോമയെയും ഒരു സ്ത്രീയെയും ഒരിക്കൽ പോലീസ് കയ്യാമം വെച്ച് പിടിച്ച് ചങ്ങനാശ്ശേരി ചന്തയിലൂടെ നടത്തുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് ആ പള്ളി കാണിക്കുന്നുണ്ട്. എല്ലാം നടക്കുന്നത് പള്ളിയുടെ മുൻപിലാണ്. പബ്ലിക് ഷെയ്മിങ്, പൊതുജന മധ്യേ അപമാനിക്കപ്പെട്ട് ആക്രമിക്കപ്പെട്ട് അവരിങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഏതാണ്ട് സമാനമായൊരു ചിത്രമാണ് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം ആരംഭവാക്യങ്ങളിൽ നാം കാണുന്നത്. വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ദൈവാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടത്തിൻ്റെ ജനക്കൂട്ടത്തിൻ്റെ വിചാരണയുടെ മധ്യേ ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശിക്ഷണ നടപടികൾ ഏറ്റുവാങ്ങാൻ മൗനമായി നിലകൊള്ളുന്ന ഒരു രംഗമാണ് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം. മോശയുടെ ധർമ്മശാസ്ത്രം അനുസരിച്ച് ഈ സ്ത്രീക്ക് നൽകേണ്ടത് മരണവിധിയാണ്. ഈ സ്ത്രീക്ക് മാത്രമല്ല, ഈ സ്ത്രീയോടൊപ്പം തെറ്റ് ചെയ്ത ആ പുരുഷനും. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 10-ാമത്തെ വാക്യം, ആവർത്തന പുസ്തകം 22-ാം അധ്യായം 21-22 വാക്യങ്ങൾ. വ്യഭിചാരം മരണശിക്ഷയ്ക്ക് കാരണമായത് ഇത്തരം ദോഷങ്ങൾ ഇസ്രായേലിൽ നിന്ന് നീക്കിക്കളയാൻ കല്ലെറിഞ്ഞ് കൊല്ലേണം
എന്നത് മോശയുടെ ന്യായപ്രമാണമാണ്. പാപം എന്ന പദത്തിൻ്റെ ഒരുപാട് അനുബന്ധ വാക്കുകൾ നമ്മൾ ഡിക്ഷണറിയിൽ കണ്ടെത്തും. പിഴ, പിഴവ്, പതനം, അധർമ്മം, ലംഘനം, ഇതെല്ലാം പാപത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അതിനകത്ത് പിഴ എന്നൊരു വാക്ക് നമുക്ക് കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കാം. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം, എല്ലാവരും പാപികളാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം, പാപങ്ങൾ ഏറ്റുപറയപ്പെടണം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം, നിങ്ങളുടെ പാപങ്ങൾ എത്ര കാഠിന്യമേറിയതായിരുന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്ഷമയുടെ സാധ്യത ഉണ്ട്. പാപം ഏത് തരത്തിലുള്ളതായിരുന്നാലും, പാപത്തിൻ്റെ കഠിനം എത്ര ആഴപ്പെട്ടതായാലും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ നിശ്ചയമായി ദൈവം ക്ഷമിക്കും. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 23-ാമത്തെ വാക്യം, ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 32-ാമത്തെ വാക്യം, ക്രിസ്തു വന്നത് പാപികളെ രക്ഷിക്കാനാണ്, പാപികളെ വീണ്ടെടുക്കാനാണ്, നീതിമാന്മാരെ വിളിക്കാനല്ല. എന്താണ് ക്രിസ്മസ്? ക്രിസ്മസിന് ഒരു നല്ല നിർവചനം ചോദിച്ചാൽ നമുക്ക് നന്നായി അറിയാവുന്ന ഒരുപാട് നിർവചനങ്ങളുണ്ടെങ്കിലും പാപികളെ രക്ഷിക്കാൻ വിണ്ണിൻ്റെ മഹിമകൾ വെടിഞ്ഞ് താണിറങ്ങിയതാണ് ക്രിസ്മസ്. ക്രിസ്തു മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തതാണ്, നമ്മുടെ വീണ്ടെടുപ്പിനായി വന്നതാണ് ക്രിസ്മസ്. ബൈബിൾ അനുസരിച്ച് പാപം ഏദൻ തോട്ടത്തിലെ അനുസരണക്കേടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദൈവത്തെ പോലെ ആകാനുള്ള മോഹം 2 തരത്തിലുള്ള വീഴ്ചയ്ക്ക് പതനത്തിന് കാരണമാവുകയാണ്. 1, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞു. 2, മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉലയുകയാണ്. കെ ജി ശങ്കരപ്പിള്ള, മലയാളത്തിൻ്റെ അനുഗ്രഹീതനായ കവി, അദ്ദേഹത്തിൻ്റെ പതനം എന്ന പേരിലൊരു കവിതയുണ്ട്. ആ കവിതയും സൂചിപ്പിക്കുന്നത് തെറ്റ്, വീഴ്ച, പിഴവുകൾ, പാപം സംഭവിക്കാത്ത ആരുണ്ട്? ചില വീഴ്ചകളൊക്കെ സംഭവിക്കാത്തത് ആരുണ്ട്? പതനം എന്ന കവിതയിൽ ഇങ്ങനെ ചില വരികളുണ്ട്. ഏതെങ്കിലും ഒരു വേരിൽ കുരുങ്ങാതെ ഏത് പാത പുതുമ, ഏതെങ്കിലും ഒരു പ്രിയത്തിൽ കുടുങ്ങാതെ ഏത് മനസ്സ് ചിറക്, എവിടെയെങ്കിലും പതിക്കാതെ ഏത് നക്ഷത്രം വിത്ത്, എവിടെയെങ്കിലും മറയാതെ ഏത് ജീവൻ മധുരം, എന്നെങ്കിലും സ്ഫോടനമാവാതെ ഏത് വിശ്വാസം പ്രേമം മൗനം, ആരുടെയെങ്കിലും ഉന്നമല്ലാതെ ആർ ഏത് കനി, ഏതെങ്കിലും ഒരു വേരിൽ കുരുങ്ങാതെ ഏത് പാത, ഏതെങ്കിലും ഒരു പ്രിയത്തിൽ കുടുങ്ങാതെ ഏത് മനസ്സ്, എവിടെയെങ്കിലും പതിക്കാതെ ഏത് നക്ഷത്രം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പാപമോചനം നൽകുമ്പോൾ ആ പാപമോചനത്തിന് സുപ്രധാനമായ ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ പിഴവുകളെ പരിഹരിക്കുവാൻ ക്രിസ്തുവിൻ്റെ കരം നമ്മിൽ സ്പർശിക്കുമ്പോൾ അതിനകത്ത് 3 പ്രത്യേകതകളുണ്ട്. 1, വിരാമത്തിൽ നിന്ന് അവിരാമത്തിലേക്ക് നയിക്കുന്നതാണ് ക്രിസ്തു നൽകുന്ന പാപക്ഷമ. എന്ന് പറഞ്ഞാൽ ജീവിതം ഒരു ഫുൾ സ്റ്റോപ്പായി നിൽക്കുകയാണ് ഈ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട ഈ സ്ത്രീ. ആളുകളൊക്കെ പരീശന്മാരും ശാസ്ത്രിമാരുടെ നേതൃത്വത്തിൽ ഈ വ്യഭിചാര കർമ്മത്തിൽ ഈ പാപം ചെയ്തുകൊണ്ടിരിക്കെ തന്നെ പിടിക്കപ്പെട്ട ആ സ്ത്രീ അവളുടെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് സംഭവിച്ചിരിക്കുകയാണ്, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. എന്നാൽ ക്രിസ്തുവിൻ്റെ ഇടപെടൽ വഴി ഈ ഫുൾ സ്റ്റോപ്പ് ഒരു കോമയായി മാറുകയാണ്. ജീവിതം ഒരു ഫുൾ സ്റ്റോപ്പിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന മരണവിധിയുടെ നടുവിൽ നിൽക്കുകയാണ്. ആ ഫുൾ സ്റ്റോപ്പിനെ ഒരു കോമയാക്കി തുടരാൻ അനുവദിക്കുന്ന കരുതലാണ് ക്രിസ്തു നൽകുന്ന പാപക്ഷമ. വരണ്ട അസ്ഥികളിലേക്ക് സ്നേഹനിശ്വാസം ഇറങ്ങി വരികയാണ് ക്രിസ്തുവിൻ്റെ ഇടപെടലിലൂടെ. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാമായിരുന്നൊരു സ്ത്രീയെ ദൈവത്തിൻ്റെ കാരുണ്യം വന്ന് സ്പർശിക്കുകയാണ്. ദൈവം അവളെ ഉപേക്ഷിച്ചില്ല. എ സെയിൻറ്റ് ഹാഡ് എ പാസ്റ്റ് ആൻഡ് എ സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. ഏതൊരു വിശുദ്ധനും ഒരു ഭൂതകാലം ഉള്ളതുപോലെ ഏതൊരു പാപിക്കും ഒരു ഭാവികാലമുണ്ട്. അതാണ് ക്രിസ്തു നൽകുന്ന പാപക്ഷമ. ഏത് വഴിതെറ്റിയവനും വീടണയാനാകും. കാരണം വീട്ടിൽ അണയാത്തൊരു വിളക്ക് സൂക്ഷിച്ച് ക്രിസ്തു നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഏത് വഴിതെറ്റിയവനും, ഏത് അകന്നുപോയവനും, ഏത് പാപത്തിൽ തുടരുന്നവരും ക്രിസ്തുവിലേക്ക് വന്നാൽ അവിടെ ഒരു വിളക്ക് അണയാതെ സൂക്ഷിക്കുന്നുണ്ട്. ടാഗോർ തൻ്റെ കവിതയിൽ വ്യക്തമായിട്ടത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അണയാതൊരു വിളക്ക് ജ്വാലയായി ഇന്നും തെളിഞ്ഞു കത്തുന്നുണ്ട് നമ്മുടെ മടങ്ങിവരവും പ്രതീക്ഷിച്ച്. ലോകപ്രസിദ്ധനായ ചിത്രകാരൻ വിൻസെൻ്റ് വാൻ ഗോഗിനോട് ആരോ ചോദിച്ചു,
നിങ്ങളുടെ ഏറ്റവും നല്ല ചിത്രം ഏതാണ്? ഏറ്റവും നല്ല സൃഷ്ടി ഏതാണ്? മുഖമുയർത്തി വാൻ ഗോഗ് പറഞ്ഞു, ദാ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും നല്ല ചിത്രം. കഴിഞ്ഞ ചിത്രങ്ങളെല്ലാം അത്ര നല്ലതല്ലായിരിക്കാം, കഴിഞ്ഞ ചിത്രങ്ങളൊക്കെ ഒരുപക്ഷെ നല്ല മെച്ചപ്പെട്ടതല്ലായിരിക്കാം. പക്ഷേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, തുടരുന്ന എൻ്റെ സൃഷ്ടി എനിക്ക് മികവുറ്റതാക്കാൻ കഴിയും, എനിക്ക് മെച്ചപ്പെടാനാകും. ഇനി വീണ്ടും ജീവിതം ഏറ്റവും നന്നായി വരച്ചു തുടങ്ങാൻ കഴിയും എന്നൊരു വലിയ സന്ദേശം ലോകപ്രസിദ്ധനായ ചിത്രകാരൻ നൽകുകയാണ്. ഒരു പള്ളിയുടെ മുൻപിൽ ഒരു സ്ത്രീ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് ആക്രോശിച്ചൊരു ജനക്കൂട്ടവും പരീശന്മാരും ശാസ്ത്രിമാരും നിൽക്കുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് കൊണ്ട് ആ സ്ത്രീയുടെ ജീവിതം അവസാനിച്ചിരുന്നുവെങ്കിൽ, ആ സ്ത്രീ ആ പള്ളിയുടെ മുൻപിൽ അപമാനിക്കപ്പെട്ട് അസ്തമിച്ചു പോയിരുന്നെങ്കിൽ, ഈ മുകളിൽ ഒരാളുണ്ട് എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? ആ ഫുൾ സ്റ്റോപ്പിനെ കോമയാക്കുന്ന സാന്നിധ്യമാണ് നമ്മുടെ കർത്താവിൻ്റേത്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പാപത്തിൽ നാം കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ, ഏതെങ്കിലുമൊക്കെ അരുതായ്മകളിൽ നമ്മുടെ ജീവിതം നിലച്ചിരിക്കുന്നുവെങ്കിൽ, ഫുൾ സ്റ്റോപ്പിനെ കോമയായി ദൈവത്തിൽ മുൻപോട്ട് പ്രയാണം ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കും എന്ന സദ്വാർത്തയാണ് ദൈവം നൽകുന്ന പാപമോചനത്തിൻ്റെ ഒന്നാം പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ദൈവം നൽകുന്ന പാപമോചനം പതനത്തിൽ നിന്ന് മുന്നേറ്റത്തിലേക്ക് നയിക്കുന്നതാണ്. ക്രിസ്തു നൽകുന്ന വിളിയും വീണ്ടെടുപ്പും. ഒരു സ്ത്രീ വീണ് കിടക്കുകയാണ്. ഇപ്പോൾ സ്റ്റോണിങ് ഓഫ് സൊറായ എന്നൊരു ചിത്രമുണ്ട്. ഈ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെ അത്ര നിസ്സാരമായ, വായിക്കുന്നത് പോലെ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. കല്ലെറിയാൻ ആളുകളിങ്ങനെ ക്യൂ നിന്ന് ഓരോരുത്തരും തങ്ങൾക്ക് കഴിയുന്ന പരമാവധി ബലത്തോടെ കല്ലുകൾ ഈ കുറ്റാരോപണം ചെയ്യപ്പെട്ട ആളിൻ്റെ മേൽ പതിക്കും. എല്ലാവരും കല്ലെറിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഇരുന്നത് കല്ലെറിഞ്ഞതൊരാളാണെന്ന് പോലും മനസ്സിലാവാത്ത തരത്തിൽ മാംസ കഷ്ണങ്ങളായി രക്തം ചിതറി, ഒരാളിൻ്റെ സാന്നിധ്യം പോലും അറിയാത്ത തരത്തിൽ അത്രയും ഹീനമായൊരു ശിക്ഷാരീതിയാണ്, നടപടിയാണ് ഈ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുക എന്ന് പറയുന്നത്. ഒരു പതനം സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ ആ പതനത്തെ മുന്നേറ്റമാക്കുന്ന ക്രിസ്തുവിൻ്റെ ഇടപെടലാണ് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം. ഫ്രം ബ്രേക്ക് ഡൗൺ ടു ബ്രേക്ക് ത്രൂ. നമ്മുടെ വാഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നിലച്ചാൽ നമ്മളതിനെ സർവീസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളതിനെ പുതുക്കിയെടുത്ത് അതിനെ പ്രവർത്തന സജ്ജമാക്കും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വാഹനത്തെ നമ്മൾ കൃത്യമായിട്ട് സർവീസ് ചെയ്യും. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നമ്മൾ സർവീസ് ചെയ്യാറുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിലൊരു സർവീസിങ് നടക്കുന്നില്ല എന്നതാണ് പരിതാപകരം. എന്തിനു വേണ്ടിയാണ് ഈ ആരാധന? എന്തിനു വേണ്ടിയാണ് ഈ ആലയം? എന്തിനു വേണ്ടിയാണ് കൂട്ടായ്മ? വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും സാരമില്ല, നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ശുദ്ധീകരിക്കാൻ, കുറേ കൂടി വിശുദ്ധീകരിക്കാൻ. അതുകൊണ്ടാണ് ചില ദേവാലയങ്ങളിൽ ഇങ്ങനെ എഴുതി വയ്ക്കാറുണ്ട്, ദേവാലയങ്ങളുടെ പ്രവേശന കവാടത്തിൽ അഹന്തയും ചെരുപ്പും ഉപേക്ഷിച്ചിട്ട് അകത്തേക്ക് കയറുക, അഹന്തയും ചെരുപ്പും ഉപേക്ഷിച്ചിട്ട് അകത്തേക്ക് കയറുക. ഇവിടെ വരുമ്പോൾ, ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ സ്വാർത്ഥതയിൽ, അഹങ്കാരത്തിൽ ഞാൻ വീണ് കിടക്കുകയാണ്, എൻ്റെ ജീവിതത്തിലൊരു പതനം സംഭവിച്ചിരിക്കുകയാണ്, മുന്നോട്ട് ചലിക്കാൻ, മുന്നേറുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നമുക്ക് മനോഹരമായൊരു പാട്ടുണ്ട്, ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ. അതിനുവേണ്ടിയാണ് ആലയം, അതിനുവേണ്ടിയാണ് ആരാധന. ശുദ്ധിക്കായി, വിശുദ്ധി പ്രാപിക്കാൻ, എൻ്റെ വീഴ്ചയിൽ തുടരാനല്ല, എൻ്റെ പതനത്തിൽ നിന്ന് മുന്നോട്ട് സഞ്ചരിക്കാൻ, മുന്നോട്ട് പ്രയാണം ചെയ്യാൻ. ഫ്രം ബ്രേക്ക് ഡൗൺ ടു ബ്രേക്ക് ത്രൂ. സൃഷ്ടാവിനേക്കാൾ അധികം സൃഷ്ടിയെ സ്നേഹിക്കുന്നതാണ് പാപം. ഒരു പാപത്തെക്കുറിച്ചൊരു നിർവചനം എങ്ങനെയാണ്? മുകളിലോട്ടുള്ള നോട്ടം തടസ്സപ്പെടുത്തുന്നത് എന്തോ അതാണ് പാപം. ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ട അനുഭവങ്ങളായിരിക്കാം. നമുക്കത് തിരഞ്ഞ് കണ്ടെത്തി സമർപ്പണം ചെയ്യാൻ ഓർമ്മപ്പെടുത്തുകയാണ് പതനത്തിൽ നിന്ന് മുന്നേറ്റത്തിലേക്ക് നയിക്കുന്ന ക്രിസ്തു നൽകുന്ന പാപക്ഷമ. മൂന്നാമത് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നു, യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഇത്രയും സംഭവങ്ങളും ആരാവാരങ്ങളും, കല്ലും ആൾക്കൂട്ടവും, പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും, ഇത്രയൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോൾ യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. യേശു എന്തെങ്കിലും എഴുതി എന്ന് രേഖപ്പെടുത്തുന്ന ഏക തിരുവചന പാഠമാണിത്. എന്താണ് യേശു നിലത്ത് എഴുതിയത്? പഴയ നിയമത്തിൽ ദൈവം കല്ലിലാണ് രേഖപ്പെടുത്തിയത്. കല്ലിൽ രേഖപ്പെടുത്തി എന്നതിൻ്റെ അർത്ഥം അത് മായ്ക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ പുതിയ നിയമത്തിൽ
മായ്ച്ചു കളയാൻ പാകത്തിൽ യേശു നിലത്ത്, അല്ലെ, മണ്ണിലോ മണലിലോ അത് മാഞ്ഞു പോകും. 3 സാധ്യതകളാണുള്ളത്. എന്താണ് യേശു എഴുതിയത്? പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. 3 സാധ്യതകൾ. ഒന്ന്, യേശു നിലത്ത് എഴുതിയത് റോമൻ നീതി ന്യായ വ്യവസ്ഥയുടെ വിധി പ്രസ്താവമായിരിക്കാം. 2, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 13-ാമത്തെ വാക്യം, എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. യിരെമ്യാ പ്രവചനം 17, എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. ഒരുപക്ഷെ അതായിരിക്കാം യേശു എഴുതിയത്. 3-ാമത്തെ സാധ്യതയാണ് പ്രധാനം. യേശു നിലത്ത് എഴുതിയത് ഈ കല്ലെറിയാൻ വന്നവരുടെ പാപങ്ങൾ ആയിരിക്കാം. അങ്ങനെയാണല്ലോ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കല്ല് തറയിലിട്ടിട്ട് മടങ്ങിപ്പോകുന്നത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം, അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. കല്ലെറിഞ്ഞു കൊല്ലാൻ വന്ന ആളുകൾ, മുതിർന്ന ആളുകൾ തൊട്ട് ചെറിയ ആളുകൾ വരെ ഓരോരുത്തരായിട്ട് മടങ്ങിപ്പോയി. ആ ഭാവനയിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്നാണിത് സംഭവിച്ചിരുന്നതെങ്കിൽ നമ്മളിങ്ങനെ ക്യൂ പിടിച്ച് നിൽക്കും. മുതിർന്ന ആളുകൾ, സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ മെൻസ് ഫെലോഷിപ്പ്, മുതിർന്ന ആളുകൾ ഇങ്ങനെ നിൽക്കും ക്യൂയുടെ മുൻഭാഗത്ത് എറിയാൻ വേണ്ടി. അപ്പോൾ യേശു എഴുതും. എന്താണ് എഴുതുന്നത്? 1984 പണ്ട് നീ ഒരു കുഴപ്പം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സീനിയർ സിറ്റിസണിലെ ആൾക്കാർ കല്ലവിടെ ഇട്ടിട്ട് നടന്നു പോകും. വിമൻസ് ഫെലോഷിപ്പിൻ്റെ ആളുകൾ എറിയാൻ വേണ്ടി നിൽക്കുകയാണ്. അവരായിരിക്കും ക്യൂവിലടുത്ത്. അവർ നിൽക്കുമ്പോൾ യേശു ഇങ്ങനെ എഴുതും, പണ്ട് നീ ചില കുഴപ്പങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. യേശു ഇങ്ങനെ എഴുതും. അങ്ങനെ വിമൻസ് ഫെലോഷിപ്പുകാർ മടങ്ങിപ്പോകും. പിന്നെ യൂത്ത് ഫെലോഷിപ്പുകാർ വരും. ഇത് തടിമിടുക്കൊക്കെ ഉള്ള ആൾക്കാർ എറിയാൻ നല്ല വിദഗ്ധന്മാരാണല്ലോ. അതുകൊണ്ട് യേശു ഇങ്ങനെ എഴുതും, www. ഇത്ര എഴുതുമ്പോൾ തന്നെ യൂത്തുകാർ പമ്പ കിടക്കും. അവരെ പൊടി പോലും കാണില്ല. പിന്നെ നമ്മളെ ചെറിയ പിള്ളേർ വരും, ഞങ്ങളറിയാം. മുതിർന്നവർ മുതൽ ഓരോരുത്തരായി കല്ലിട്ടിട്ട് മടങ്ങിപ്പോകും. മറ്റുള്ളവരെ കല്ലെറിയാൻ നിൽക്കുമ്പോൾ സ്വയം തെറ്റുകൾ എഴുതി കാണിക്കുന്ന ദൈവം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് വലിയ ആവേശമാണ്. ഭാര്യ അങ്ങനെയാണ്, മക്കൾ അങ്ങനെയാണ്, കമ്മിറ്റിക്കാരെങ്ങനെയാണ്, അല്ലേ, സഭ അങ്ങനെയാണ്. മറ്റുള്ളവരെ കല്ലെറിയാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നീയോ ഞാനോ? എൻ്റെ ഭാഗത്തെ നിലപാട് എന്താണ്? ഇപ്പോൾ എല്ലാവർക്കും സഭയെ, സമൂഹത്തേക്ക് നന്നാക്കണം. പക്ഷേ സ്വയം നന്നാവാൻ, അതാണ് യേശുവിൻ്റെ പ്രവൃത്തിയുടെ പ്രത്യേകത. യേശു നൽകുന്ന പാപമോചനത്തിൻ്റെ പ്രത്യേകത, നിന്നിലെ കുറവുകൾ, എന്നിലെ കുറവുകൾ, നമ്മുടെ കുറവുകളെ ഇങ്ങനെ എഴുതി കാണിക്കും. അങ്ങനെ ആരും അവശേഷിച്ചില്ല എന്നതാണ് പാഠം. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനാ രീതി അറിയാമല്ലോ. ചുങ്കക്കാരൻ ദൂരത്ത് നിന്ന് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ പാപിയാ എന്നോട് കരുണ ചെയ്യണമേ. അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. പാപത്തിൽ നിന്നുള്ള മോചനം നമുക്ക് സാധ്യമാണ്. അത് ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചതുകൊണ്ടോ, ഏതെങ്കിലും നദിയിൽ പോയി മുങ്ങിയതുകൊണ്ടോ, ഏതെങ്കിലും പ്രത്യേക ആചാരങ്ങൾ ചെയ്തതുകൊണ്ടോ പാപങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം സാധ്യമല്ല. എന്നാൽ ക്രിസ്തു നൽകുന്ന പാപമോചനം, ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭ്യമാകുന്ന പാപത്തിൻ്റെ മോചനം, ആ മോചനത്തിന് 3 പ്രത്യേകതകളുണ്ട് എന്നാണ് പറയാൻ ശ്രമിച്ചത്. 3 കാര്യങ്ങൾ. ഒന്ന്, വിരാമത്തിൽ നിന്ന് അവിരാമത്തിലേക്ക്, ഫുൾ സ്റ്റോപ്പിൽ നിന്ന് കോമയിലേക്ക് ഇനിയും തുടരാനാകും. നിലച്ചു പോയിട്ടില്ല. ഈ പാപത്തിൽ എന്നേക്കുമായി കുടുങ്ങിക്കിടക്കേണ്ടതില്ല. മുന്നോട്ട് പോകാൻ കഴിയും. മുന്നോട്ട് പ്രയാണം ചെയ്യുക ക്രിസ്തുവിനോടൊപ്പം. രണ്ടാമത്, പതനത്തിൽ നിന്ന് മുന്നേറ്റത്തിനൊരു സാധ്യത ഉണ്ട്. ക്രിസ്തുവിലേക്ക് ആദായപ്പെടാൻ, ക്രിസ്തുവിനോടൊപ്പം ചലിക്കാൻ എഴുന്നേറ്റ് നമ്മൾ പ്രകാശിക്കണം, എഴുന്നേറ്റ് മുന്നേറണം. 3, സ്വയനീതീകരണം. നമുക്ക് വഴിതെറ്റിയാൽ എനിക്ക് വഴിതെറ്റി എന്ന് സ്വയം സമർപ്പണം ചെയ്യാൻ, എനിക്കൊരു പിഴവ് പറ്റി, എനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്നിടത്ത് മാത്രമേ ദൈവത്തിൻ്റെ ക്ഷമ നമുക്ക് സാധ്യമാവുകയുള്ളൂ. എനിക്കൊരു തെറ്റുപറ്റി, എൻ്റെ പിഴ എന്ന് ഈ ആലയത്തിലിരുന്ന് പറഞ്ഞു മടങ്ങാൻ കഴിയുമോ, അവിടെ ശുദ്ധീകരണം സാധ്യമാണ്. അനിൽ പലച്ചൂരാൻ അദ്ദേഹത്തിൻ്റെ 4 വരി പാടി ഞാൻ അവസാനിപ്പിക്കട്ടെ. പോകുവാൻ നമുക്ക് ദൂരമേറെയുണ്ടതോർക്കണം, വഴി പിഴച്ചു പോയിടാതെ മിഴി തെളിച്ചു നോക്കുവിൻ, നേരിടാൻ കരുത്തു നേടണം, നിരാശയിൽ വീണിടാതെ നേരിനായി പൊരുതുവാൻ കൊതിക്കണം.